الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد بدت البغضاء من أفواههم وما تخفي صدورهم أكبر قد بينا الآيات إن كنتم تعقلون. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതത്തിൽ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാനും അവസാനം മുഅ്മിനായി മരിക്കാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പള്ളിയിൽ ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ അല്ലാഹു നമ്മെ ഒരുമിപ്പിച്ചതുപോലെ നാളെ അവന്റെ സ്വർഗീയ ആരാമത്തിലും അല്ലാഹു നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടവരെയും ഒരുമിപ്പിക്കുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായ ശിഫ പ്രദാനിക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന ഫലസ്തീനുകളടക്കമുള്ള മുഴുവൻ മനുഷ്യർക്കും അല്ലാഹു ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല താബിഈങ്ങളിൽപ്പെട്ട വളരെ പ്രമുഖനായൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ പിതാമഹനാണ് സഹാബിയായ ഹസൻ റളിയല്ലാഹു തആല. ഈ ഹസൻ റളിയല്ലാഹു അൻഹു മുസ്ലിമാകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരുമ്പോൾ നബി അദ്ദേഹത്തോട് പേര് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്റെ പേര് ഹസൻ എന്നാണ് എന്ന് മറുപടി നൽകി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ പേര് ഞാൻ മാറ്റുകയാണ്. ഹസൻ എന്ന പേര് മാറ്റി സഹല് എന്ന് നിനക്ക് ഞാൻ പേരിടുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു. അതിന് കാരണം ഹസൻ എന്ന് പറഞ്ഞാൽ പരുക്കൻ എന്നാണ് അതിനർത്ഥം. സഹല് എന്ന് പറഞ്ഞാൽ മൃദുലമായത് എന്നുമാണ് അർത്ഥം. പേര് മാറ്റുന്ന കാര്യം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ വാപ്പ ഇട്ട പേര് ഞാൻ മാറ്റാൻ സമ്മതിക്കില്ല. അങ്ങനെ അദ്ദേഹം അനുവദിക്കാത്തത് കൊണ്ട് തന്നെ പേര് മാറ്റിയതുമില്ല. അദ്ദേഹം ആ പേരിൽ തന്നെ പിൽക്കാലത്ത് അറിയപ്പെട്ടു. സഈദ് ഇബ്നുൽ മുസയ്യിബ് പറയുകയാണ്, എന്റെ പിതാമഹൻ ആ പേര് മാറ്റാൻ വിസമ്മതിച്ചതുകൊണ്ട്, അദ്ദേഹം ആ പേരിൽ അറിയപ്പെട്ടതുകൊണ്ടും ആ പേരിൽ അടങ്ങിയിരിക്കുന്ന ഒരു പരുക്കൻ സ്വഭാവം ഞങ്ങളുടെ പരമ്പരയിലെല്ലാം നിലനിന്നിരുന്നു എന്ന് ഇമാം ബുഖാരി ഈ സംഭവം ഉദ്ധരിക്കുന്നു. അപ്പൊ പേരും ഒരു മനുഷ്യന്റെ സ്വഭാവവുമായിട്ട് വലിയ ബന്ധമുണ്ട് എന്നാണ് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലുള്ള ഒരു പരുപരുക്കൻ സ്വഭാവം ഞങ്ങളുടെ പരമ്പരയിൽ തന്നെ നിലനിന്നിരുന്നു എന്നാണ് സഈദ് റളിയല്ലാഹു തആല അൻഹു ആ സംഭവത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് പേരിടുമ്പോൾ ജനിച്ച് 7-ാം ദിവസം പേരിടുന്ന സമയത്ത് നല്ല പേരുകൾ തിരഞ്ഞെടുക്കണമെന്നും അങ്ങനെ നിങ്ങൾ അവർക്ക് നാമകരണം ചെയ്യണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം പേരും സ്വഭാവവും തമ്മിൽ ബന്ധമുണ്ട്. ഇത് ഹിന്ദുമതവും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. ഒരു കുഞ്ഞ് അവന്റെ മാതാവിന്റെ ഗർഭാശയത്ത് മുതൽ വളർന്നു വലുതായി ശ്മശാനത്തിൽ എത്തുന്നതുവരെയുള്ള ആ കുഞ്ഞിന്റെ ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായ വളർച്ചയ്ക്ക് വേണ്ടി ഹൈന്ദവ മതം 16 തരം സംസ്കാരങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതിൽ 5-ാമത്തതാണ് കുട്ടിയുടെ നാമകരണം എന്നുള്ളത്.
ഒരു കുഞ്ഞ് ജനിച്ചാൽ 11-ാം ദിവസം അല്ലെങ്കിൽ 101-ാം ദിവസം കുഞ്ഞിന് പേരിടണമെന്നാണ് ഹൈന്ദവ മതം പഠിപ്പിക്കുന്നത്. അവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, പേരിടുമ്പോൾ അർത്ഥമുള്ള പേരുകൾ ഇടണം. നമ്മുടെ മതം പോലെ തന്നെ ഹൈന്ദവ മതം അത് പഠിപ്പിക്കുന്നു. നാമകരണ ശേഷം ആ ചടങ്ങിന് ഒത്തുകൂടിയ ആളുകളെല്ലാം കൂടി കുട്ടിയെ ആശീർവദിക്കണം. ഏ ബാലക, നീ നല്ലവനായിരിക്കട്ടെ, നിനക്ക് ദീർഘായുസ്സ് ലഭിക്കട്ടെ, നീ വിദ്യാസമ്പന്നനായിരിക്കട്ടെ, നീ പരോപകാരിയായിരിക്കട്ടെ, ഇങ്ങനെ ആ കുഞ്ഞിനെ ആശീർവദിക്കണമെന്നും ഹൈന്ദവ മതഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നടേശൻ എന്ന പേരിനർത്ഥം നാട്യം ചെയ്യുന്നവൻ എന്നാണ്. അച്ഛനിട്ടത് ഇതേപോലെ തന്നെ ആയിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. നടേശൻ എന്ന പേര് ശിവനുമായി ബന്ധപ്പെട്ട പേരാണ്. ഹൈന്ദവരുടെ പ്രധാനപ്പെട്ട 3 ദൈവങ്ങളാണ് ബ്രഹ്മാവും വിഷ്ണുവും ശിവനും. ഇത് ത്രിമൂർത്തികളാണ്. ശിവനെ നടരാജ എന്ന് വിളിക്കാറുണ്ട്. നടരാജ എന്ന് പറഞ്ഞാൽ നാട്യം ചെയ്യുന്ന രാജാവ് എന്നാണ്. ഈ നടരാജ എന്നതിന്റെ തമിഴ് പദമാണ് നടേശൻ എന്നുള്ളത്. അപ്പൊ നടേശൻ എന്ന് പറഞ്ഞാൽ നാട്യം ചെയ്യുന്ന രാജാവ് അല്ലെങ്കിൽ നാട്യം ചെയ്യുന്ന ദൈവം എന്നൊക്കെ പറയാം. ബ്രഹ്മാവും വിഷ്ണുവും ഈ ശിവനും ഇവർക്ക് 3 ജോലികളാണുള്ളത്. ബ്രഹ്മാവിന്റെ ജോലി സൃഷ്ടിപ്പാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം. ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു, വിഷ്ണു അതിനെ സംരക്ഷിക്കുന്നു, ശിവൻ അതിനെ സംഹരിക്കുന്നു എന്നാണ് ഹൈന്ദവ വിശ്വാസം. ശിവന്റെ ജോലിയാണ് നശിപ്പിക്കുക, എന്നിട്ട് പുനർജന്മി കൊടുക്കുക. അപ്പൊ ശിവൻ നശിപ്പിച്ചിരുന്നത് അല്ലെങ്കിൽ ശിവൻ നശിപ്പിക്കുന്നത് തിന്മകളെയും തിന്മയുടെ വക്താക്കളെയുമാണ്. പക്ഷേ ശിവന് നശിപ്പിക്കാൻ മാത്രമല്ല പുനർജീവിപ്പിക്കാനും കൂടി കഴിയുമെന്നാണ് ഹൈന്ദവ മതവിശ്വാസികൾ വിശ്വസിക്കുന്നത്. പക്ഷെ ആ ശിവന്റെ നാമത്തിൽ അറിയപ്പെടുന്ന നടേശൻ, ആ നടേശന് നശിപ്പിക്കാനേ കഴിയൂ, നശിപ്പിച്ചതിനെ പുനർജീവിപ്പിക്കാൻ കഴിയില്ല. നടേശൻ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിന്റെ സൗഹൃദ അന്തരീക്ഷത്തെയാണ്. പതിറ്റാണ്ടുകളായി കേരളം പുലർത്തിപ്പോരുന്നൊരു സൗഹൃദമുണ്ട്. ഹിന്ദു, മുസ്ലിമും ക്രിസ്ത്യാനിയും മതമില്ലാത്തവനും തമ്മിൽ തോളോട് തോളുരുമി നിന്നുകൊണ്ട് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സഹവർത്തിത്വത്തിന്റെ നല്ലൊരു നാളുകൾ കേരളത്തിനുണ്ട്. ഇതില്ലാതാക്കാനാണ് നടേശൻ ശ്രമിക്കുന്നത്. പക്ഷേ നടേശന് ഇതില്ലാതാക്കാനേ കഴിയൂ, ഇല്ലാതായാൽ അതിനുണ്ടാക്കാൻ കഴിയില്ല. മുസ്ലിം സമുദായത്തിന്റെ അംഗസംഖ്യ വർദ്ധിക്കുന്നതിൽ വല്ലാത്ത വെപ്രാളത്തിലാണ് ഇപ്പൊ അദ്ദേഹം. മുസ്ലിം സ്ത്രീകൾ ഇങ്ങനെ പെറ്റുകൂട്ടുന്നു. ഇവര് ഈ നാട്ടിൽ അധികമായാൽ ഇവര് നാട്ടിന്റെ ഭൂരിപക്ഷമായി മാറും. അങ്ങനെ ഒരു മുസ്ലിം മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാകും. ഇതൊക്കെയാണ് ഇപ്പോ ഭയം. മുസ്ലിം സ്ത്രീകൾ പ്രസവിക്കുന്നതിൽ അസ്വസ്ഥമാകുന്ന ആദ്യത്തെ ആളൊന്നുമല്ല ഇദ്ദേഹം. ഈ വിഷയത്തിൽ ഏറ്റവും ആദ്യം അസ്വസ്ഥത പ്രകടിപ്പിച്ചത് ജൂതന്മാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ ചെയ്ത് മദീനയിലെത്തി. മദീനയിൽ വന്ന ശേഷം മുസ്ലിം സ്ത്രീകൾ പ്രസവിക്കുന്നില്ല. അപ്പൊ ജൂതന്മാര് പറഞ്ഞു, ഇനി മദീനയിൽ ഒരു മുസ്ലിം പെണ്ണും പ്രസവിക്കില്ല. ഞങ്ങൾ അതിന് സിഹ്ർ ചെയ്തിട്ടുണ്ട്, കൂടോത്രം ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പെണ്ണ് പ്രസവിച്ചാൽ തന്നെ അത് ചാപിള്ളിയായിരിക്കും. ജീവനുള്ളൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ മദീനയിലെ മുസ്ലിം സ്ത്രീകൾക്ക് കഴിയില്ല എന്ന് മദീനയിലെ ജൂതന്മാര് പരിഹസിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി ജനിക്കുന്നത്. അസ്മാ റളിയല്ലാഹു തആല അൻഹ പ്രസവിക്കുന്നത് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്ന് പറയുന്ന വീരപുരുഷനെ. മദീനയിൽ ആദ്യം ജനിച്ച മുസ്ലിം കുട്ടിയാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. സുബൈർ ഇബ്നുൽ അവ്വാം എന്ന് പറയുന്ന റസൂലിന്റെ സന്തത സഹചാരിയായ സഹാബിയുടെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. അത് കേവലം സുബൈർ ആയിരുന്നില്ല. അക്കാലഘട്ടത്തിൽ ഖുറൈശുകളിലെ ഏറ്റവും വലിയ കുതിര സവാരിക്കാരനായിരുന്നു സുബൈർ.
ശക്തനായിരുന്നു. അതുകൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കൊല്ലപ്പെടുന്ന സമയത്ത് പ്രതിരോധിക്കാൻ വേണ്ടി മുൻനിരയിൽ നിന്ന ധീരനായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു. അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിനെ പിടിച്ചുകൊണ്ട് സഹാബാക്കൾ ഇങ്ങനെ മദീനയിലൂടെ നടക്കുമായിരുന്നു ജൂതന്മാരെ കാണിക്കാൻ വേണ്ടി. നിങ്ങളല്ലേ പറഞ്ഞത് മുസ്ലിം പെണ്ണ് പ്രസവിക്കില്ല എന്ന്? ഞങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം പ്രസവിച്ച കുട്ടിയാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ, വീരനാണ്, ശൂരനാണ് എന്നവരെ കാണിക്കാൻ വേണ്ടി അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് മദീനയിലൂടെ മുസ്ലിമുകൾ നടക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ പുതിയതല്ല, ഇതൊക്കെ പഴയ കാലത്ത് പറഞ്ഞുപോയതിന്റെ ചില ആവർത്തനങ്ങൾ മാത്രമാണ്. ഇതുകൊണ്ടൊന്നും കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ സൗഹൃദം തകർക്കാൻ, കേരളത്തിലെ മനുഷ്യരുടെ സൗഹൃദം തകർക്കാൻ കഴിയില്ല. കാരണം പരിശുദ്ധ ഇസ്ലാം 14 നൂറ്റാണ്ട് മുമ്പ് ഇങ്ങോട്ട് കടന്നു വരുമ്പോ അമ്പലങ്ങൾ പൂത്തുലിഞ്ഞു നിൽക്കുന്ന കേരളത്തിലേക്കാണ് ഇസ്ലാം വന്നത്. മാലിക് ഇബ്നു ദീനാറിന്റെ സംഘം കൊടുങ്ങല്ലൂർ കപ്പലിറങ്ങുമ്പോ ഒരൊറ്റ മുസ്ലിം പള്ളി കേരളത്തിലില്ല, ഇന്ത്യയിലും ഇല്ല. അമ്പലങ്ങൾ അമ്പരചുംബികളായി തലയുയർത്തി നിൽക്കുന്ന കേരളത്തിലേക്കാണ് മാലിക് ഇബ്നു ദീനാറിന്റെ സംഘം വന്നത്. എന്നിട്ടോ ഹിജറയുടെ 5-ാം വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 55 വയസ്സ് പ്രായമുള്ളപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ പള്ളി വന്നു. മാടായി പള്ളി ഹിജറയുടെ 5-ാം വർഷമാണ് സ്ഥാപിക്കുന്നത്. അന്ന് റസൂലുള്ള ജീവിച്ചിരിപ്പുണ്ട്, 55 വയസ്സാണ് റസൂലിന്റെ പ്രായം. ആഫ്രിക്ക, ധാരാളം പ്രവാചകന്മാർ വന്ന നാടാണ് ആഫ്രിക്ക. ആഫ്രിക്കയിൽ പോലും ഒരു മുസ്ലിം പള്ളി ആദ്യമായി വരുന്നത് ഹിജറ 22-ലാണ്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ആഫ്രിക്കയിൽ ആദ്യത്തെ പള്ളി ഹിജറ 22-ലാണ് നിർമ്മിച്ചതെങ്കിൽ ഇന്ത്യയിൽ ആദ്യത്തെ പള്ളി കേരളത്തിൽ ഹിജറയുടെ 5-ാം വർഷം മാടായി പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. നിർമ്മിച്ചത് മുസ്ലിങ്ങളല്ല, ഹിന്ദുക്കൾ ശ്രമദാനമായിട്ടാണത് പണിതു കൊടുത്തത്. അത് പണിയാൻ നേരത്ത് ഹിന്ദുക്കളോട് പറഞ്ഞു, മക്കത്തെ പള്ളിക്ക് ഒപ്പിച്ചു പണിയണം, ഞങ്ങളുടെ പള്ളി പടിഞ്ഞാട്ട് പണിയണം. ഹിന്ദുക്കൾ അമ്പലത്തിന്റെ രൂപത്തിലാണ് പഴയകാല മുസ്ലിം പള്ളികൾ. താഴത്തങ്ങാടി പള്ളിയൊക്കെ പോയി നോക്കി അറിയാം, ഒരു അമ്പലത്തിന്റെ രൂപത്തിലുള്ളത്. കാരണം അത് പണിതത് ഹിന്ദുക്കളാണ്. ശ്രമദാനമായി മുസ്ലിമീങ്ങൾക്ക് പണിതു കൊടുത്തതാണ് ഹിന്ദുക്കൾ. അവരൊരു പാട്ട് പാടുമായിരുന്നു, മക്കത്തെ പള്ളിക്ക് ഒപ്പിച്ച പള്ളി, മലനാട്ടിലൊരു പള്ളി, മാടായി പള്ളി. ഈ പാട്ട് പാടിക്കൊണ്ട് ഹിന്ദുക്കൾ ശ്രമദാനമായി നിർമ്മിച്ചു കൊടുത്തതാണ് കേരളത്തിലെ ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി. ഈ സൗഹൃദം തകർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കോഴിക്കോട്ടെ മിസ്കാല് പള്ളി 800 കൊല്ലം പഴക്കമുള്ള കേരളത്തിലെ പള്ളിയാണ്. മിസ്കാൽ എന്ന് പറയുന്ന കപ്പിത്താനാണത് പണിതു കൊടുത്തത്. ആ പള്ളി തകർക്കാൻ വേണ്ടി പോർച്ചുഗീസ് നാവികനായ സേനാനായകനായ അൽബുക്കറക്കിന്റെ നേതൃത്വത്തിൽ സംഘം വന്നു, പോർച്ചുഗീസുകാർ വന്നു. അവിടെയുള്ള ഹിന്ദുക്കൾ പള്ളിക്ക് ചുറ്റും നിന്നു. അവര് പറഞ്ഞു, ഞങ്ങളെ വെടിവെച്ച് കൊന്നിട്ടല്ലാതെ മിസ്കാല് പള്ളിയെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. മിസ്കാല് പള്ളിക്ക് കാവൽ നിന്നത് ഹിന്ദുക്കളാണ്. ഇതാണ് ഈ നാടിന്റെ സൗഹൃദം. 500 കൊല്ലം പഴക്കമുള്ളതാണ് പൊന്നാനിപ്പള്ളി. മലബാറിലെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനിയിലെ മഹ്ദൂമിന്റെ പള്ളിക്ക് 500 കൊല്ലം പഴക്കമുണ്ട്. മഹ്ദൂം പൊന്നാനിയിൽ വന്നത് അറിഞ്ഞ് കുറ്റിപ്പുറത്തുനിന്ന് യാഥാസ്ഥികനായ ഒരു ഹിന്ദു ചെന്നു മഹ്ദൂമിനെ കാണാൻ. മഹ്ദൂമിനെ കണ്ട് സംസാരിച്ചു. പിരിഞ്ഞു പോരാൻ നേരത്ത് യാഥാസ്ഥികനായ സമ്പന്നനായ ഹിന്ദു അദ്ദേഹം മഹ്ദൂമിന് ഒരു പാരിതോഷികം കൊടുക്കാൻ തീരുമാനിച്ചു. ആളുകൾ പറഞ്ഞു, മഹ്ദൂം പാരിതോഷികം സ്വീകരിക്കില്ല. അവസാനം മഹ്ദൂമിനോട് നിർബന്ധിച്ചപ്പോൾ മഹ്ദൂം പറഞ്ഞു, എനിക്കൊരു പാരിതോഷികം വേണ്ട, ഞങ്ങളൊരു പള്ളിയുടെ ആവശ്യമുണ്ട്. അപ്പോഴാണ് കുറ്റിപ്പുറത്തെ യാഥാസ്ഥികനായ ഹിന്ദുമത വിശ്വാസി അദ്ദേഹത്തിന്റെ പറമ്പിൽ നിന്ന ഒരൊറ്റ മരം പൊന്നാനി പള്ളിക്ക് വേണ്ടി കൊടുക്കുന്നു. ആ ഒരൊറ്റ മരം കൊണ്ടാണ് പൊന്നാനി പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് കേരളത്തിന്റെ സൗഹൃദത്തിന്റെ ചരിത്രം. 10ഓളം പള്ളികൾ ആ സംഘത്തിന്, മാലിക് ദീനാറിന്റെ സംഘത്തിന് 10ഓളം പള്ളികൾക്ക് സ്ഥലം കൊടുത്തത് ഹൈന്ദവ മത വിശ്വാസികളാണെന്ന് ചരിത്രരേഖകളിൽ കാണാൻ കഴിയും. പൊന്നാനി പള്ളി ആക്രമിക്കാനും പോർച്ചുഗീസുകാർ വന്നപ്പോൾ കാവൽ നിന്നത് ഹിന്ദുക്കളാണ്. ഞങ്ങളുടെ ശവത്തിന്റെ പുറത്ത് ചവിട്ടിയിട്ടേ പൊന്നാനി പള്ളി ആക്രമിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് ഈ നാട്ടിലെ ഹിന്ദുക്കളാണ്. ഇതാണ് ഈ നാടിന്റെ സൗഹൃദം. ഈ സൗഹൃദം നശിപ്പിക്കാൻ ഒരിക്കലും ഏതെങ്കിലും ഒരാളെ കൊണ്ടോ ഒരു സംഘടനയെ കൊണ്ടോ കഴിയില്ല. ഇന്നലകളിൽ ഒത്തൊരുമിച്ച് നിന്ന, തോളോട് തോളുതുരുമി നിന്ന മനുഷ്യന്മാരാണ് ഈ നാട്ടിലെ ഹിന്ദുക്കളും ഈ നാട്ടിലെ മുസ്ലിമീങ്ങളും ഈ നാട്ടിലെ ക്രിസ്ത്യാനികളും.
എന്തുകൊണ്ടാണ് അറേബ്യയിൽ നിന്ന് വന്ന ഈ സംഘത്തെ ഇവർ സ്വീകരിച്ചത്? അവർ നല്ലവരായിരുന്നു. മലിക് ദീനാറിന്റെ സംഘം കോഴിക്കോട് കട തുറന്നു. അവരുടെ കട ഉച്ചവരെ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ഉച്ച കഴിഞ്ഞാൽ മാലിക് ദീനാറിന്റെ സംഘത്തിന്റെ കടയിലേക്ക് വരുന്ന ആളുകളോട് പറയും, ഞങ്ങൾ കച്ചവടം നിർത്തി, ഇനി മറ്റ് കടകളിൽ പോവുക. സത്യസന്ധരായതുകൊണ്ട് അവരുടെ കടയിൽ ആളുകൾ കൂടുതൽ വന്നു. അപ്പോൾ അവർ ഉച്ചവരെ കട തുടങ്ങി. ഉച്ച കഴിഞ്ഞ് കടയടച്ചു. മറ്റുള്ളവരുടെ കടകളിലേക്ക് ആളുകളെ പറഞ്ഞു വിട്ടു. രാത്രി ഉറങ്ങാൻ നേരത്ത് 40 വീടുകളിലേക്ക് ഭക്ഷണം കൊടുത്തു വിട്ടു. ഭൃത്യന്റെ കൈവശം. തന്റെ അയൽവാസി പട്ടിണി കിടക്കുന്നില്ല എന്ന് ഉറപ്പിച്ചിട്ടേ ആ സഹാബത്തിന്റെ സംഘം, ആ അറബി സംഘം കിടന്നുറങ്ങിയിട്ടുള്ളൂ. ഇതാണ് അവരിലേക്ക്, ഇസ്ലാമിലേക്ക് ആളുകളെ ആകർഷിച്ചത്. അല്ലാതെ ഇസ്ലാം ആരെയും വാള് കാണിച്ച് പേടിപ്പിച്ച് മുസ്ലിമാക്കിയതല്ല. അതുകൊണ്ടല്ലേ ചരിത്രകാരന്മാർ അത്ഭുതത്തോടുകൂടി നോക്കി നിന്നൊരു ദശയുണ്ട്. അവർ പറയാറുണ്ട്, ലോകത്ത് ഇത്രയും വേഗം വളരുന്നൊരു പ്രസ്ഥാനം, ഒരു ആദർശം വേറെയില്ല. 90 വർഷം കൊണ്ടാണ് ഇസ്ലാം ലോകത്തെല്ലായിടത്തും എത്തിയത്. പ്രവാചകൻ വന്ന് 90 വർഷം പൂർത്തിയാകുമ്പോൾ ഇസ്ലാം ആഫ്രിക്കയിലെത്തി, ഇസ്ലാം റോമിലെത്തി, ഇസ്ലാം യൂറോപ്പിലെത്തി. ലോകം മുഴുവൻ ഇസ്ലാം വ്യാപിക്കാൻ വേണ്ടി വന്നത് 90 വർഷം. മറ്റ് ദർശനങ്ങൾ ഈ രാജ്യത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ആയിരക്കണക്കിന് വർഷങ്ങൾ എടുത്തിട്ടാണ് മറ്റു ദർശനങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ ലോകത്ത് വ്യാപിച്ചതെങ്കിൽ കേവലം 90 വർഷം കൊണ്ട് ഈ മതം വളരാൻ കാരണം ഈ മതത്തിന്റെ നന്മയാണ്, ഈ മതാനുയായികളുടെ നന്മയാണ്. കാരണം ഈ മതം പഠിപ്പിച്ചത് സൗഹൃദമാണ്, ഈ മതം സ്നേഹമാണ് പഠിപ്പിച്ചത്. നമ്മൾ പ്രബോധിത സമൂഹമാണ്, നമ്മൾ പ്രബോധക സമൂഹമാണ്, മറ്റുള്ളവർ പ്രബോധിത സമൂഹമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ആര് നമ്മോട് വർഗീയത കാണിച്ചാലും അവരെ നേരിടേണ്ടത് പ്രതിവർഗീയത കൊണ്ടല്ല, മാനവികത കൊണ്ടാണ്. വിശുദ്ധ ഖുർആൻ സൂറ ആല ഇംറാനിൽ അല്ലാഹു ഒരു കാര്യം പറയുന്നുണ്ട്. അത് ഇന്ന് പടച്ചോൻ പറഞ്ഞതാണെന്ന് തോന്നിപ്പോയി. ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ ആളുകളുടെ മാനസികാവസ്ഥ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. ഖദ് ബദത്തിൽ ബഗ്ളാഉ മിൻ അഫ്വാഹിഹിം, അവരുടെ വായിൽ നിന്നും ഇസ്ലാമിനോടുള്ള ശത്രുതയുടെ വാക്കുകൾ പരസ്യമായി വന്നു കഴിഞ്ഞു. എന്നാൽ വമാ തുഖ്ഫി സുദൂറുഹും അക്ബറു, ഇവരീ പറഞ്ഞതിനേക്കാൾ എത്ര വലിയ വിഷമാണ് അവരുടെ മനസ്സിൽ സൂക്ഷിക്കുന്നത്. ഈ പൊതുസമൂഹത്തോട് ഇത്രയും പച്ചയ്ക്ക് പറയാൻ ഇവർക്ക് കഴിയുമെങ്കിൽ ഈ മതത്തോട്, ഈ മതാനുയായികളോട് എത്രമാത്രം വെറുപ്പായിരിക്കും അവരുടെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടാവില്ല. അല്ലാഹു ചോദിക്കും. പരസ്യമായി ഇങ്ങനെയൊക്കെ പറയാമെങ്കിൽ അവരുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളെന്തായിരിക്കും? അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും ഈ നാടിന്റെ സൗഹൃദം നശിക്കാൻ, ഈ നാടിന്റെ സാഹോദര്യം നഷ്ടപ്പെടാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കരുത്. നമ്മൾ മാനവികതയുടെ ആളുകളാണ്, നമ്മൾ സൗഹൃദത്തിന്റെ ആളുകളാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മൃഗത്തെ അറുത്തുകൊടുത്താൽ ആദ്യം പറയാറുള്ളത് ഇബ്ദ ബിജാരിനൽ യഹൂദി, നമ്മുടെ അയൽവക്കത്തുള്ള ജൂതന് കൊടുക്കണം, അവനെ കൊണ്ട് തുടങ്ങണം. അയൽവാസിയായ ജൂതനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യണം, അവനാണ് ആദ്യം കൊടുക്കേണ്ടതെന്ന് റസൂല് പറയും. റസൂലിന്റെ വീട്ടിൽ എല്ലാ മുറിയിലും കയറിയിറങ്ങാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ഒരാളുടെ പേര് ജൂതൻ ആണ്. അയാൾ ജൂതക്കുട്ടിയായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ അവസാനമായി ചെയ്ത ഇടപാട് ജൂതനുമായിട്ടുള്ള പണയമിടപാടായിരുന്നു. ഹസനുൽ ബസരി റഹ്മഹുല്ലാ താബിഈങ്ങളിൽപ്പെട്ട വലിയ പ്രമുഖനാണ്. അദ്ദേഹത്തിന്റെ അയൽവാസി ഒരു അമുസ്ലിമായ സുഹൃത്ത് വീട് വിൽക്കാൻ തീരുമാനിച്ചു. 1000 ദിനാറിനാണ് വീട് വിൽക്കുന്നത്. അത് വലിയ കൂടുതലാണ്. അപ്പോൾ അദ്ദേഹത്തോട് വാങ്ങാൻ വന്ന ആള് ചോദിച്ചു, ഇതിനൊക്കെ 1000 ദിനാറ് വിലയുണ്ടോ നിങ്ങളുടെ വീടിന്? അദ്ദേഹം പറഞ്ഞ മറുപടി, ഇത് ഹസനുൽ ബസരിയുടെ അയൽവക്കത്തുള്ള വീടാണ്. ഹസനുൽ ബസരിയുടെ അയൽവക്കത്ത് വീട് കിട്ടണമെങ്കിൽ 1000 ദിനാറ് കൊടുക്കേണ്ടി വരും. കാരണം ഒരു നല്ല മനുഷ്യനാണ് എന്റെ അയൽവാസി, ഒരു മുസ്ലിമാണ് എന്റെ അയൽവാസി. ഒരു മുസ്ലിമായ മനുഷ്യൻ, സാലിഹായ മനുഷ്യൻ, അവൻ മുഖേന അവന്റെ പരിസരത്തുള്ള 100ഓളം ആളുകൾക്ക് അല്ലാഹു സംരക്ഷണം കൊടുക്കുമെന്നാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് എത്ര പ്രകോപിപ്പിച്ചാലും മാനവികതയുടെ ഭാഗത്തു നിൽക്കാനേ, സാഹോദര്യത്തിന്റെ, സൗഹൃദത്തിന്റെ ഭാഗത്തു നിൽക്കാനേ മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയൂ. അതാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ പറയുന്നുണ്ടല്ലോ, മുസ്ലിമീങ്ങൾ അനർഹമായി എന്തൊക്കെയോ നേടിയെടുത്തു. എന്താണ് മുസ്ലിമീങ്ങൾ നേടിയെടുത്തത്? കണക്കുകൾ സംസാരിക്കട്ടെ, ഡാറ്റ വെച്ച് സംസാരിക്കട്ടെ. എന്താണ് ഈ മുസ്ലിമീങ്ങൾ അനധികൃതമായി നേടിയെടുത്തിട്ടുള്ളത്?
ഇപ്പൊ അടുത്ത് പുറത്തു വന്ന റിപ്പോർട്ട് പോലും ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നു. എല്ലാ മേഖലകളിലും, അധികാര രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ, സാമ്പത്തിക വിഷയത്തിൽ, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, തൊഴിലിന്റെ വിഷയത്തിൽ, സർക്കാർ ഉദ്യോഗത്തിന്റെ വിഷയത്തിൽ, ഭൂമി കൈവശം വച്ചിരിക്കുന്ന വിഷയത്തിൽ, ആളോഹരി വരുമാനത്തിന്റെ വിഷയത്തിൽ, എല്ലാ കാര്യങ്ങളിലും കേരളത്തിലെ മുസ്ലിം സമൂഹം പിന്നോക്കമാണ്. ആനുപാതികമായി നമ്മുടെ സംവരണ തോത് പോലും നമുക്ക് കിട്ടിയിട്ടില്ല. ആളോഹരി വരുമാനത്തിൽ 1-ാം സ്ഥാനം കോട്ടയം ജില്ലയ്ക്ക്, 13-ാം സ്ഥാനമാണ് മലപ്പുറം ജില്ലയ്ക്കുള്ളത്. എന്താണ് അനർഹമായി നമ്മൾ നേടിയത്? നമ്മൾ സംവരണ തോത് മറികടന്ന മേഖല ഒന്നു മാത്രമേ ഉള്ളൂ. അത് ധൈര്യസമേതം പറയാൻ കഴിയും. കേരളത്തിലെ മുസ്ലിമീങ്ങൾ, ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ അവർക്ക് അനുവദിക്കപ്പെട്ട സംവരണത്തെ മറികടന്ന ഒരേ ഒരു മേഖല ജയിൽ മേഖലയാണ്. ജയിലിൽ ഞങ്ങളാണ് കൂടുതൽ. ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ 14% അതിന്റെ ഇരട്ടിയിലധികമാണ് മുസ്ലിമീങ്ങൾ ജയിലിൽ കിടക്കുന്നത്. ജയിലിൽ ഞങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ സംവരണം ഞങ്ങൾ നേടിയിട്ടുണ്ട്. അല്ലാത്ത എല്ലാ മേഖലകളിലും ഞങ്ങൾ പിന്നോക്കാണ്. എന്തുകൊണ്ട് ജയിലിൽ ഞങ്ങൾ കൂടുതലായി? ജയിലിൽ എന്തുകൊണ്ട് മുസ്ലിമീങ്ങൾ കൂടുതലായി? അതിനെ സംബന്ധിച്ച് പഠനം നടത്തുമ്പോൾ കേരളത്തിലെ പ്രമുഖ എത്തിസ്റ്റായിരുന്ന ഡോക്ടർ ജീവൻ ജോബ് തോമസ് എന്ന് പറയുന്ന പ്രമുഖ ഒരു എത്തിസ്റ്റ്, അദ്ദേഹം ഒരിക്കൽ പറയുണ്ടായി, അമേരിക്കൻ ജയിലുകളിൽ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് കറുത്ത വർഗക്കാരെയാണ്. ഇന്ത്യയിലെ ജയിലുകളിൽ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് മുസ്ലിമീങ്ങളെയാണ്. എന്തുകൊണ്ട്? ഒരാൾ മുസ്ലിമാണെങ്കിൽ അയാൾ ജയിലിൽ പോകേണ്ടവനാണ്, അവനൊരു ക്രിമിനലാണെന്നുള്ളൊരു പൊതുബോധം എന്തുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു? ഇതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് 3 കാരണങ്ങളാണ്. ഒന്ന്, മുസ്ലിമീങ്ങൾക്ക് നിയമത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പോലീസുകാരൻ വന്നാൽ അറസ്റ്റിന് മുമ്പ് സ്വീകരിക്കേണ്ട ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. അർദ്ധരാത്രി വീടിന്റെ വാതിലിൽ മുട്ടി നട്ടപ്പാതിരയ്ക്ക് ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ടാൻ പറ്റില്ല. അറസ്റ്റിന് മുമ്പ് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളും അമേരിക്കയിലെ കറുത്തവർഗക്കാരും അജ്ഞരാണ്. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ അനധികൃതമായി അറസ്റ്റ് ചെയ്യപ്പെടുന്നു, ചെയ്യാത്ത തെറ്റിന് ജയിലിലടയ്ക്കപ്പെടുന്നു, ജീവപര്യന്തം ശിക്ഷ ലഭിക്കുന്നു, ഇങ്ങനെയൊക്കെ കഴിയേണ്ടി വരുന്നു. ഒന്ന്, നിയമത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ്. രണ്ടാമത്തെ കാരണം ദാരിദ്ര്യമാണ്. നമ്മുടെ പട്ടിണിയും നമ്മുടെ ദാരിദ്ര്യവും നമ്മളെ ഇതേ രീതിയിൽ ഉപയോഗപ്പെടുത്തപ്പെടാൻ മറ്റുള്ളവർക്ക് സൗകര്യമൊരുക്കുകയാണ്. ഇവിടെ പിടിക്കപ്പെട്ട പല മുസ്ലിം പേരുകാരായ തീവ്രവാദികളും സത്യം പറഞ്ഞാൽ ആരോ കൊടുക്കുന്ന പൈസയ്ക്ക് വേണ്ടി, ആരോ കൊടുക്കുന്ന ഭക്ഷണത്തിന് വേണ്ടി ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ കാരണം അതാണ്, നമ്മുടെ ദാരിദ്ര്യം, നമ്മുടെ പട്ടിണി. മൂന്നാമത്തെ കാരണം, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഒരാൾ മുസ്ലിമാണെങ്കിൽ അയാൾ ക്രിമിനലാണ്, അയാൾ ജയിലിൽ പോകേണ്ട ആളാണ് എന്നുള്ള ഇന്ത്യയിലെ നിയമപാലകരുടെയും നിയമം നടപ്പിലാക്കുന്നവരുടെയും ഒരു മുൻധാരണ. ഇതാണ് പ്രധാനപ്പെട്ട കാരണം. മുസ്ലിമാണോ അയാൾ ഒരു ക്രിമിനലായിരിക്കും, അയാൾ ജയിലിൽ കിടക്കേണ്ട ആളാണ്. ഈ ഒരു പൊതുബോധം നിയമപാലകർക്കിടയിലും നിയമം നടപ്പിലാക്കുന്നവർക്കിടയിലും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യ രാജ്യത്ത്. അതുകൊണ്ടാണ് 14% മുസ്ലിമീങ്ങളുള്ളപ്പോ 28-30% മുസ്ലിമീങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വരുന്നത്, നിരപരാധികൾ ചെയ്യാത്ത തെറ്റിന്. ഇപ്പോഴുണ്ടല്ലോ 2006 മുംബൈയിലെ ട്രെയിൻ സ്ഫോടന കേസിൽ 19 വർഷം 12ഓളം ആളുകളെ ജയിലിലിട്ടു. അവസാനം മുംബൈ ഹൈക്കോടതി പറഞ്ഞു, ആ 12 പേരും തെറ്റ് ചെയ്തിട്ടില്ല. ഇവരിൽ ആരോപിക്കപ്പെട്ട തെറ്റ് തെളിയിക്കുന്ന വിഷയത്തിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മുംബൈ ഹൈക്കോടതി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതും ജീവപര്യന്തം തടവിലാക്കപ്പെട്ടതുമായ 12 പേരെ വെറുതെ വിട്ടു. അടുത്ത ദിവസമല്ലേ മഹാരാഷ്ട്ര ഗവൺമെന്റ് സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി തൽക്കാലം ആ കേസിനെ കുറിച്ച് അവർ ജയിലിൽ പോകണ്ടായെന്നും മഹാരാഷ്ട്ര ഗവൺമെന്റിന്റെ ഹർജി സ്വീകരിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. അപ്പൊ മുസ്ലിമിന് ആ പ്രിവിലേജ് ഇല്ല. ഇവിടെ മറ്റു സമുദായങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്, ആ പ്രിവിലേജ് മുസ്ലിമിന് കിട്ടൂല. മുസ്ലിമാണോ നീ ക്രിമിനലാണ്, നീ തെറ്റ് ചെയ്തിരിക്കും, നീ ട്രെയിനിൽ ബോംബ് വച്ചിരിക്കും എന്നൊരു പൊതുബോധം ഇവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ ഗോവിന്ദസ്വാമി ഇന്ന് പുലർച്ചെ ജയിലിയാടി.
ഗോവിന്ദസ്വാമി ജയിലിൽ ചാടി, ഗോവിന്ദസ്വാമി പിടിച്ചു. ഇത്തരം ക്രിമിനലുകൾക്ക് ജയിലുകളിൽ യഥേഷ്ടം സഞ്ചരിക്കാനും യഥേഷ്ടം അവരുടെ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കിട്ടുമ്പോൾ, ഫോൺ ചെയ്യാനുള്ള സൗകര്യം, ലഹരി ഉപയോഗിക്കാനുള്ള സൗകര്യം, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഇത്തരം ക്രിമിനലുകൾക്ക് ഒരുക്കി കൊടുക്കുകയാണ്. അവിടെയാണ് നിരപരാധികളായ മുസ്ലിം ചെറുപ്പക്കാർ വർഷങ്ങളോളം ജയിലിൽ കിടന്ന് അവസാനം അവർ നിരപരാധിയാണെന്ന് പറഞ്ഞ് വിട്ടയക്കുമ്പോൾ ഇവരുടെ കഴിഞ്ഞുപോയ ആയുസ് ആര് തിരിച്ചു നൽകും? ഈ 12 പേരുടെ 19 വർഷം ആര് തിരിച്ചു കൊടുക്കും? രണ്ടാമത്തെ കാര്യം, ഇവരല്ല ട്രെയിനിന് ബോംബ് വെച്ചതെങ്കിൽ ബോംബ് വച്ച ആരാണ് അത് കണ്ടെത്തണ്ടേ? ബോംബ് വച്ച ആളുകളെ പിടിക്കപ്പെടണ്ടേ? ഈ രീതിയിൽ മുസ്ലിം സമുദായത്തിനൊരു പ്രിവിലേജ് കിട്ടാതെ പോകുന്നു, മറ്റുള്ള സമുദായങ്ങൾക്കൊരു പ്രിവിലേജ് കിട്ടുന്നു. അതുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാർ ധാരാളമായി നിരപരാധികളായ ആളുകൾ ജയിലുകളിൽ കഴിയേണ്ടി വരുന്നു എന്നുള്ളൊരു അവസ്ഥ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. NCRB എന്ന് പറയുന്ന നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ എല്ലാ വർഷവും അവരുടെ ക്രൈം റെക്കോർഡ് പുറത്തിറക്കലുണ്ട്. 21 സംസ്ഥാനങ്ങളിൽ പാർലമെന്റ് മണ്ഡലങ്ങളിൽ 25,000 ആളുകളെ കണ്ട് പുറത്തിറക്കിയ മറ്റൊരു റിപ്പോർട്ടും നമ്മുടെ മുന്നിലുണ്ട്. NCRBയുടെ റിപ്പോർട്ടിൽ പറയുന്നത്, ഞങ്ങൾ 12,000 പോലീസുകാരെ ഇന്റർവ്യൂ ചെയ്തു, വനിതാ പോലീസുകാരെയും പുരുഷ പോലീസുകാരെയും ഇന്റർവ്യൂ ചെയ്തു. ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും പോയി. ഞങ്ങൾ ഈ പോലീസുകാരോട് സംസാരിച്ചപ്പോൾ 53% പോലീസുകാരും പറഞ്ഞിരിക്കുന്നത് മുസ്ലിമീങ്ങൾക്കൊരു ക്രിമിനൽ ഒരു മെക്കാനിസം അവരുടെ ശരീരത്തിലുണ്ട് എന്നാണ്. മുസ്ലിം ആണെങ്കിൽ അവൻ ക്രിമിനൽ ആയിരിക്കുമെന്ന് ഈ രാജ്യത്തെ 50%-ലധികം പോലീസുകാരും വിശ്വസിക്കുന്നു. ബീഹാർ, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ് ഈ സംസ്ഥാനങ്ങളിലെ പോലീസുകാരിൽ 2% ആളുകളും വിശ്വസിക്കുന്നത് മുസ്ലിമീങ്ങൾ പൊതുവെ ക്രിമിനലുകളാണെന്നാണ്. UP പോലീസിലെ മിക്കവാറും പോലീസുകാരുടെ വിശ്വാസം മുസ്ലിമീങ്ങൾ ക്രിമിനലുകളാണെന്നാണ്. അപ്പൊ മുസ്ലിമീങ്ങളെ കുറിച്ചുള്ളൊരു പൊതുബോധം ഇത്തരത്തിൽ നിയമപാലകർക്കിടയിൽ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ അധികമായി ജയിലിൽ കിടക്കേണ്ടി വരുന്നത്. ഈ ജയിലിലല്ലാതെ മറ്റൊരു മേഖലയിലും ഞങ്ങൾക്കൊരു സംവരണം കിട്ടിയിട്ടില്ല. ഞങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് പിന്നിലാണ്, ഞങ്ങൾ തൊഴിൽ രംഗത്ത് പിന്നിലാണ്, അധികാര രാഷ്ട്രീയ രംഗത്ത് പിന്നിലാണ്. കേരളത്തിലൊരു മുസ്ലിം മുഖ്യമന്ത്രിയാകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയൂ? ഒരു മുസ്ലിം മുഖ്യമന്ത്രിയല്ല എന്താ കുഴപ്പമിരിക്കുന്നത്? CH മുഹമ്മദ് കോയ എന്ന് പറയുന്ന മനുഷ്യൻ ഏതാനും ദിവസങ്ങൾ മുഖ്യമന്ത്രിയായിരുന്നു. കേരളത്തിൽ എന്താ കുഴപ്പമുണ്ടായത്? കേരളത്തിലെ ആകാശം ഇടിഞ്ഞു വീണു. അന്നല്ലേ ശ്രീകൃഷ്ണ ജയന്തി പൊതു അവധിയാക്കി കൊടുത്തു CH അല്ലേ? അപ്പോൾ മുസ്ലിം മുഖ്യമന്ത്രിയായാൽ, കേരളത്തിൽ മുസ്ലിം ഭൂരിപക്ഷമായാൽ എന്തോ സംഭവിക്കുമെന്നുള്ളൊരു പൊതുബോധം, ഒരു ഭീഷണിയുടെ സ്വരം കേരളീയ പൊതുസമൂഹത്തിൽ മുഴക്കാനാണ് ഇത്തരത്തിലുള്ള വിഷജന്തുക്കൾ ആഗ്രഹിക്കുന്നത്. ഇതിവിടെ വിലപ്പോകില്ല. സൗഹൃദത്തോടെ സ്നേഹത്തോടെ ജീവിക്കുന്ന ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള വിഷവത്തുകൾ പാകാൻ നിൽക്കരുത് എന്നാണ് വളരെ മാന്യതയോടുകൂടി ഇത്തരം ആളുകളോട് പറയാനുള്ളത്. അതുകൊണ്ട് നാം എപ്പോഴും സൗഹൃദം കാത്തുസൂക്ഷിക്കേണ്ട, സ്നേഹം കാത്തുസൂക്ഷിക്കേണ്ട. ഇത് ഹസന, തിന്മയെ നന്മ കൊണ്ട് തടയണമെന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു മാതൃകാ സമൂഹമാണ് നമ്മൾ അങ്ങനെ തന്നെ നിലനിൽക്കേണ്ടതുണ്ട്. ഇവിടെയുള്ള ഇതര സമൂഹങ്ങളുമായി വളരെ സ്നേഹത്തിൽ ഊഷ്മളമായ ബന്ധത്തിൽ നമ്മൾ തുടർന്ന് ജീവിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്കിടെ ഈ സൗഹൃദം നിലനിർത്തുമാറാകട്ടെ. ഇത്തരത്തിലുള്ള വിഷജന്തുക്കളെ അല്ലാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ.